അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയയുടെ, നാളെ അച്ഛൻ പ്രാർത്ഥിക്കത്തില്ലേ? അപ്പം നിങ്ങളുടെ കയ്യിൽ രേഖകളുടെ മേലെ കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. എല്ലാ രേഖകളൊന്നും അച്ഛൻ വിളിച്ച് പറയത്തില്ലെങ്കിലും അച്ഛൻ മനസ്സ് ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാ രേഖകളും. ഇപ്പോൾ ഭൂമി തരം മാറ്റുന്നതിന് കൊടുത്തിട്ടുള്ള അപേക്ഷകൾ, അതിൻ്റെ കോപ്പി ഉണ്ടാകണം നാളെ പ്രാർത്ഥിക്കുമ്പോൾ വെളുപ്പിനെ. ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മന്ത്രകോടികൾ പള്ളിയിൽ ആസ്വദിക്കും. അത് കുഴപ്പമില്ല, അത് കൂതാശപരമായിട്ട് ആസ്വദിക്കണം. അല്ലാത്ത ദൈവദിനസേന ഉപയോഗിക്കേണ്ട എല്ലാ സംഭവവും. അതുപോലെ തന്നെ നിങ്ങളുടെ പരീക്ഷ ഇനി എഴുതാനുണ്ടെങ്കിൽ അതിൻ്റെ പഠന പുസ്തകങ്ങളും വിഷയങ്ങളും ലാപ്ടോപ്പുകളും പിന്നെ പ്രമാണമില്ലേ, പൊക്കോറ് ചെയ്ത് കിട്ടാനുള്ള പ്രമാണങ്ങൾ, അത് കിട്ടാതിരിക്കുന്നത്, അതിൻ്റെ രേഖകൾ, പിന്നെ വിസ, പാസ്പോർട്ട്, വിസ റിജക്റ്റ് ചെയ്തിരുന്ന റിജക്ഷൻ്റെ പേപ്പറുകൾ, എന്തെല്ലാം രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ അത് നിങ്ങൾ നാളെ പ്രാർത്ഥനയുടെ സമയത്ത് ആശീർവാദത്തിനായി സമർപ്പിക്കണം. ഇതൊരു അറിയിപ്പാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ.
കർത്താവ്, ഈ പ്രാർത്ഥന എത്ര ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കേണ്ടത് കർത്താവെ? നീയാണ് ഉദ്ദേശിക്കേണ്ടത്. രോഗികളെ, നാനാവിധ രോഗികളെ കർത്താവെ നിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷൻ വന്നു പോയവർ, മനസ്സിടിഞ്ഞവർ, ഇപ്പോൾ കാണുന്നത് പോലെ നെഞ്ചിൻ്റെ ഉള്ളിൽ മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടലിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ്, അടിവയറ്റിലെ വേദനകളും മുഴുവൻ എല്ലാത്തരം അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, എന്തോ കെട്ടിയിരിക്കണ പോലെ തോന്നുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ജോലി അന്വേഷിച്ച് പോകുന്നവരെ, കർത്താവ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, ഓപ്പറേഷൻ 2.5 മണിക്കൂർ ഉണ്ടാകുമെന്ന് കേട്ടപ്പോഴൊരു പ്രയാസം നേടുന്നവരെ, അതിനെക്കുറിച്ച് ഭയങ്ങൾ തോന്നുന്നവരെ, എല്ലാ ഓപ്പറേഷനുകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആസ്വദിക്കുന്നു. കർത്താവ്, പ്രസവത്തിലെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ, അങ്ങനെ ഓരോരോ വിഷയത്തിൽ പ്രസവ സംബന്ധമായ വിഷയങ്ങളിൽ വിഷമിക്കുന്നവരും വേദനിക്കുകയും വീർമുട്ടുകയും ചെയ്യുന്നവരുടെ എല്ലാ ഭാരങ്ങളും മാറി മാതാവ് പ്രസവത്തിൻ്റെ ഓപ്പറേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയം നിൻ്റെ കൂടെ കൈക പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ നിന്നെ ഏൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരാ എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട, നമ്മൾ ഇന്ന് കാണുന്നത്, നമുക്കറിയാം ഈ ദിവസങ്ങളിലെല്ലാം അച്ഛൻ ചെയ്യണത് പെന്തക്കോസ്ത മഹോത്സവത്തിന് ശേഷവും അതിലേക്കും അതിന് ശേഷമുള്ള ഈ പെന്തക്കോസ്ത കാലഘട്ടങ്ങളിലുള്ള ആത്മാവിനെക്കുറിച്ചുള്ള ജാഗ്രതയും അത് സ്വീകരിക്കാൻ വേണ്ടിയുള്ള ദൈവകൃപ നിങ്ങൾക്ക് ലഭിക്കണമെന്ന ഉദ്ദേശത്തിലാണ് അച്ഛൻ ഓരോ ടോക്കുകൾ ചെറിയ ബിറ്റ്സുകൾ നൽകുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് വിശ്വാസവരത്തെക്കുറിച്ചാണ്. വിശ്വാസവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസത്തിന് പല തലങ്ങളുണ്ട്. ഒരറിവിൽ നിന്നുണ്ടാകുന്ന വിശ്വാസമുണ്ട്. ഇപ്പോൾ നമുക്ക് അമേരിക്കയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അമേരിക്കയെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ ഉണ്ട്, അപ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട് അല്ലേ. പിന്നെ സ്നേഹം വിശ്വസിക്കുന്നു, ഇപ്പോൾ സ്നേഹമെല്ലാം വിശ്വസിക്കുമെന്ന് പൗലോസ് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മളോട് പറഞ്ഞു തന്നിട്ട് നമുക്ക് അറിവില്ലെങ്കിലും ചില കാര്യം നമുക്ക് വിശ്വസിക്കാൻ ജീവിക്കാൻ പറ്റത്തില്ല. ചിലർ ചതിക്കും, പക്ഷേ അപ്പോൾ അത് മുക്കാലും നമ്മുടെ അമ്മയൊക്കെ പറയണത് എല്ലാം കറക്റ്റായിരിക്കും, നമ്മളോടുള്ള സ്നേഹത്തിലായിരിക്കും അത് പറയണത്. അപ്പോൾ സ്നേഹിതന്മാർ പറയുന്നതെല്ലാം അപ്പോൾ അത് മുക്കാലും കറക്റ്റായിരിക്കും. അച്ഛനത് ചെയ്യേണ്ട കേട്ടാ, അത് ശരിയാകത്തില്ല കേട്ടാ എന്ന് എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ചിലപ്പോൾ ഒരു സമ്മേളനത്തിന് അല്ലെങ്കിൽ ഒരു പദ്ധതി ഞാൻ പിന്നെ എടുക്കത്തില്ല. എന്താ കാര്യം? നമ്മളോട് പറയുന്ന ആൾക്കാർ നമ്മൾ ദുഃഖിക്കരുത്, നമ്മൾ നന്മകളിലൂടെ വളരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് പറയണം. അപ്പോൾ അവർ കറക്റ്റായിട്ട് ഇപ്പോൾ എന്നെ കുറേ ആൾക്കാർ എന്നോട്, ഞാനധികം റിലേഷൻസ് കീപ്പ് ചെയ്യത്തില്ല, വളരെ ചുരുക്കം റിലേഷൻസ്. കാര്യം ഈ ആവശ്യമില്ലാത്ത കയറി ആൾക്കാരെ എന്നെ സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അധികം റിലേഷൻസ് കീപ്പ് ചെയ്യത്തില്ല. ഞാൻ അരൂപിക്ക് എടുത്ത പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ടേ വരത്തുള്ളൂ മാനുഷികമായ ഐഡിയോളജികൾ. പക്ഷെ എന്നാലും ചില വിഷയങ്ങൾ ചില ആൾക്കാർ പറയുമ്പോൾ അത് പരിശുദ്ധാരും നമ്മൾ പറയും അത് കറക്റ്റാണ്, അപ്പോൾ അതുകൊണ്ട് അല്പം നഷ്ടമാണെങ്കിലും തൽക്കാലം നിൽക്കുക, അല്ലെങ്കിൽ ചാറേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ അത് സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന വിശ്വാസമാണ്. പിന്നെയെന്ന് പറയണത് അഭിഷേകപരമായ വിശ്വാസമുണ്ട്. അതൊരു വരവാണ്. എല്ലാം വരവാണെങ്കിലും അഭിഷേക വിശ്വാസത്തിന് അത് കൂടിയ വരവാണ്. അഭിഷേക വിശ്വാസം കാണപ്പെടാത്തതുകൊണ്ട് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്നുള്ള ഉറപ്പ് മാത്രമല്ല, അഭിഷേക വിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്ക് ആന്തരിക ബോധ്യം, ആരും നമ്മൾക്ക് സപ്പോർട്ടീവല്ല, ആ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് ആന്തരിക ബോധ്യം കൂടുതലായിരിക്കും. ഇപ്പം ഞങ്ങളൊക്കെ മിഷൻ ചെയ്യണത് അങ്ങനെയാണ്. ഇപ്പോൾ ഈ ഉടമ്പടിയൊക്കെ ചെയ്യില്ലേ, ഉടമ്പടിയിൽ എടുത്തപ്പോൾ തന്നെ കൃപാസനത്തിൽ പല എക്സിഡ്യൂങ്ങളും പറഞ്ഞു, അയ്യോ ഇതൊന്നും ആൾക്കാരൊന്നും ചെയ്യത്തില്ല. പിന്നെ പത്രം, പ്രേക്ഷിത പ്രവർത്തനത്തിൽ മാതാവിനോട് പറഞ്ഞത് പത്രത്തിലൂടെ
നീ സാക്ഷ്യങ്ങൾ കൊടുക്കണമെന്ന് പറയും. അപ്പോൾ സാക്ഷ്യം പത്രത്തിലൂടെ പോകുന്നതിന് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. കുറേ ആക്ഷേപങ്ങൾ വാങ്ങിച്ച് സഭയുടെ അകത്തുനിന്നും പുറത്തുനിന്നും നമ്മൾക്ക് കുറേ ഇത് ഞാൻ അനങ്ങാതെ അത് നിന്ന് എന്താ കാര്യം, എനിക്ക് വിശ്വാസാഭിഷേകത്തെക്കുറിച്ച് കിട്ടിയതാണ്. അതുപോലെയാണ് ഓരോ കാര്യങ്ങൾ. ചിലർ ഇപ്പം നമ്മൾ കൃപാസനത്തിൽ വരുമ്പോൾ ഒരു 10-12 എടുക്കണ്ടേ. അപ്പോൾ പണ്ട് ഒരു പത്രം പോലും ആൾക്കാർ എടുക്കത്തില്ലായിരുന്നു. അപ്പോൾ കൃപാസനത്തിലുള്ള ആൾക്കാർ പറയുമായിരുന്നു, എക്സിക്യൂട്ടീവ് പറയുന്നു, അയ്യോ ആൾക്കാർ പത്രമൊന്നും എടുക്കത്തില്ല, ഇത്രയും പത്രമൊന്നും വെക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞിട്ട് ഇത് മുന്നോട്ട് പോകണം, ഇത് ഇനി ചെയ്യാൻ പോകുന്ന ഉടമ്പടിയുടെ എല്ലാം അമ്മ ചെയ്യാൻ പോണ പത്രത്തിലൂടെയാണെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് പത്രത്തിന് ഭയങ്കര എതിർപ്പ് പറക്കുന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ ബിഷുവിൻ്റെ സാക്ഷ്യം നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കേട്ടില്ലേ, ഒരാൾ 10 പത്രം മേടിക്കാൻ വരുമ്പോൾ 150 പത്രമാണ് മേടിക്കണത്. എന്നിട്ട് അവർ തന്നെ ഇവിടുന്ന് നടന്ന് കോതമംഗലം വരെ പോയി ഇത് കൊടുക്കുകയാണ്. ആ ദൈവിക പദ്ധതിയാണ്. കർത്താവിനെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അപ്പം പരിശുദ്ധ ചൈതന്യം ഇല്ലാത്തവരും മനുഷ്യൻ്റെ ഈ ഭാരങ്ങൾ മാത്രം കണ്ട് വിഷയം ബുദ്ധിപരമായി വിലയിരുത്തുന്നവരും ദൈവിക പദ്ധതിക്ക് എതിരായിരിക്കും. അപ്പം വിശ്വാസപരമെന്ന് പറയുന്നത് അഭിഷേക വിശ്വാസമുണ്ട്. നമുക്ക് ദൃശ്യമായ സപ്പോർട്ടുകളൊന്നും കിട്ടത്തില്ല, പക്ഷേ ആന്തരിക ബോധ്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ മെസ്സേജിങ് ഒക്കെ വരണതാണ്. മെസ്സേജ് ഇപ്പോൾ കൃപാസനത്തിൽ വന്ന ആൾക്കാരെ മെസ്സേജ് എടുപ്പിക്കത്തില്ലേ, ചില കാര്യങ്ങൾക്ക് മെസ്സേജ് വേണം. കാരണം നമ്മൾ കൃത്യമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ മനസ്സനുസരിച്ചാണ് ജീവിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മനസ്സറിയണ്ടേ. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് പറഞ്ഞാൽ ദൈവ തിരുമനസ്സാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ ദൈവ തിരുമനസ് അറിയണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. അപ്പോൾ അവിടെയാണ് വിശ്വാസപരം പോണത്. അപ്പോൾ വിശ്വാസപരത്തിൽ എപ്പോഴും വരേണ്ടത് വിശ്വാസം. കഷ്ടകാലം ഉണ്ടാകും, പക്ഷേ കഷ്ടകാലം കഴിഞ്ഞു വരുന്ന വിശ്വാസം അടിപൊളി വിശ്വാസമായിരിക്കും. അതാണ് പറയുന്നത് വിശ്വാസം. എന്ന് വെച്ചാൽ അഗ്നിശോധനകൾ അതിജീവിക്കുന്ന വിശ്വാസം. 1 പത്രോസ് 1:7 കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഒരു പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അതിനെ വിശ്വാസം കൊണ്ട് അതിജീവിച്ചാൽ പിന്നെ സ്വർണത്തേക്കാൾ ഊതിക്കാച്ച് വിലയുള്ള അമൂല്യമായ വിശ്വാസത്തിൻ്റെ ആസ്തി നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അപ്പം വിശ്വാസം ഉണ്ടാകുമ്പോൾ പതറേണ്ട കാര്യമില്ല, അതിനെ വിശ്വാസം കൊണ്ട് അതിജീവിച്ചാൽ മതി. പ്രൈസാണ്. ആദ്യമായി അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ രണ്ടാമതും സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ 100,000 നന്ദി അറിയിക്കുകയാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ഞാൻ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ശ്രീദേവി. ഞാൻ കായംകുളം ചെട്ടികുളങ്ങര ഭൗതിപ്പടി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 7/3/2023 ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇതെൻ്റെ 9ാമത്തെ ഉടമ്പടിയാണ്. ഞാൻ തുടർച്ചയായിട്ട് ഉടമ്പടി എടുക്കുന്ന ഒരാളാണ്. ഞാൻ ആദ്യം വെച്ച നിയോഗം, എൻ്റെ വീട് 10 വർഷമായി വീടിൻ്റെ പ്രമാണം പണയത്തിലായിരുന്നു സൊസൈറ്റിയിൽ. അത് എൻ്റെ മാത്രമല്ല, എൻ്റെ വീട് ഷീറ്റിട്ട വീടായതിനാൽ അവർ ലോൺ തരത്തില്ല എന്ന് പറഞ്ഞതിന് പ്രകാരം എൻ്റെ ചേട്ടൻ്റെ അമ്മയും കുടുംബവും താമസിക്കുന്ന അവരുടെ വീടിൻ്റെ പ്രമാണവും കൂടെ ഞാൻ ലോൺ വെച്ചിരിക്കുകയായിരുന്നു. ഈ 10 വർഷമായിട്ട് എനിക്കിതെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഞാൻ ഉടമ്പടി എടുത്ത് ഓരോ നിയോഗങ്ങളും, ഞാൻ ആദ്യം വെച്ച നിയോഗങ്ങൾ ഇതായിരുന്നെങ്കിലും തുടർന്ന് എൻ്റെ ചേച്ചിക്ക് ഭവനമില്ലായിരുന്നു, അത് വെച്ച് അതെനിക്ക് സാധിച്ചു. അവൾക്കൊരു ജോലി, അംഗനവാടിയിൽ ജോലി കിട്ടി. ഇതെല്ലാം ഞാൻ സാക്ഷ്യം പറഞ്ഞാണ്. 2 സാക്ഷ്യം ഞാൻ എഴുതി കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇത് ഒരു കാര്യം എനിക്ക് സാധിച്ചു കിട്ടുന്നില്ല. എങ്ങനെയൊക്കെ നോക്കിയിട്ടും എൻ്റെ കടങ്ങൾ തീരുന്നില്ല. അതിനുശേഷം ഞാൻ ഇവിടെ വന്നു. എൻ്റെ വീടിനടുത്തുള്ള ഒരു കൊച്ചു പറഞ്ഞതിന് പ്രകാരം ഉടമ്പടി എടുത്തു. എൻ്റെ ഹസ്ബൻഡ് പുറത്തോട്ട് പോകുന്നതിന് വേണ്ടി ആവശ്യത്തിനായിരുന്നു. അത് പോയി കഴിഞ്ഞ് ഞാൻ വന്നിവിടെ സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം പോയി. പക്ഷേ എന്നിട്ടും കടത്തിനൊരു മേൽഗതി ഉണ്ടാകുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും കടം തീരുന്നില്ല. അപ്പം ഞാൻ ഓരോ അച്ഛൻ്റെ സാക്ഷ്യം കേൾക്കാനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനും എല്ലാം കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനും എല്ലാം തുടങ്ങി. എന്നിട്ട് ഒരു രക്ഷയില്ല. പക്ഷേ ഈ കഴിഞ്ഞ പ്രാവശ്യം 9ാമത്തെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇറങ്ങാൻ നേരം തിരിഞ്ഞു നോക്കിയിട്ട്, അമ്മേ ഇതെൻ്റെ 9ാമത്തെ ഉടമ്പടിയാണ്. ഞാൻ ഇത് തീർന്ന് അടുത്ത ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ പ്രമാണവും കൊണ്ട് വേണമേ അമ്മേ ഞാൻ ഇവിടെ വരുവാൻ.
ഞാൻ എന്നിട്ടും പ്രാർത്ഥിച്ചു. പക്ഷേ ഇത് സാധിക്കാത്തതിന് എൻ്റെ ഉടമ്പടി കുറച്ചായി ഉഴപ്പിയെങ്കിലും പിന്നെ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്ന് കേൾക്കാറുണ്ട്. ഞാൻ ഹരിധർമ്മസേനയായിട്ട് ചെട്ടുളങ്ങര പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് 9 മണിക്ക് ജോലിക്ക് പോകണം. പക്ഷേ ഞാനെങ്കിലും ആ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കുന്നത് എൻ്റെ അടുക്കള ജോലി ചെയ്യുന്ന കൂട്ടത്തിലാണ്. അത് കാരണം എനിക്ക് സമയമില്ല. 10 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ അത്രയും സമയം ലേറ്റാകും. 9 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. എങ്കിലും ഞാൻ ഒരു ദിവസം പോലെ ഒഴിയാതെ കേൾക്കാറുണ്ടായിരുന്നു. അതുപോലെ ഞാനും എൻ്റെ അമ്മയും കൂടെ എപ്പോഴും രഹസ്യങ്ങൾ പറയുമായിരുന്നു. കാരണം അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഓരോ കാര്യങ്ങൾ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ, അമ്മേ നാളെ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് എന്ത് സാധിച്ചു തരും, എങ്ങനെ ഇത് ഞാൻ മുന്നേറും, പക്ഷേ അതിനെല്ലാം അമ്മ എനിക്ക് ഉത്തരം തരുമായിരുന്നു. അതുപോലെ ഞാൻ എൻ്റെ അമ്മയോട് എന്ത് കാര്യങ്ങളാണോ രഹസ്യം പറയുന്നത്, അത് പിറ്റേന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഡെയിലി ബ്രെഡിൽ അതേപോലെ പറയുകയും ചെയ്യും. അപ്പം ഞാൻ ചോദിക്കും, അമ്മേ ഞാൻ അമ്മയോട് പറഞ്ഞ കാര്യങ്ങൾ അച്ഛൻ എങ്ങനെ കേട്ടു, അച്ഛൻ എങ്ങനെ അറിഞ്ഞു, അത് അച്ഛൻ അതേപോലാണല്ലോ പറയുന്നത്. അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം അമ്മയോട് പ്രാർത്ഥിച്ചു, ഈ മാർച്ച് 30 നമ്മുടെ പ്രമാണം എടുത്തില്ലെങ്കിൽ അവർ വന്ന് പറഞ്ഞ് കേസിലോട്ട് പോവുകയാണ്, നിങ്ങൾക്കതിന് ജപ്തി വരാൻ പോവുകയാണ്. അതിനു മുൻപ് ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജപ്തിയുടെ കാര്യം വന്നു കഴിഞ്ഞ മാർച്ചിൽ പറഞ്ഞപ്പോൾ ഞാനിവിടെ ബഹുമാനപ്പെട്ട അച്ഛനെ കാണാൻ വന്നപ്പോൾ ഇവിടെ എന്നെ കയറ്റിയില്ല. കാരണം നമ്മുടെ ടോക്കൺ കൊടുക്കുന്ന അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ജപ്തി വന്നില്ലല്ലോ, ജപ്തി വരട്ടെ എന്നിട്ട് ചിന്തിക്കാം, ജപ്തി വരുമ്പോൾ ഭിത്തിയിൽ നിന്ന് അത് ഇളക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞാണ് ഇവിടുന്ന് പോയത്. അപ്പോഴും ഞാൻ ആശ്വസിച്ചു, അമ്മയിൽ ഞാൻ ഉടമ്പടി വെച്ചതല്ലേ, എൻ്റെ കാര്യം സാധിക്കും. പക്ഷേ കൊച്ചച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിച്ചു. ഞാൻ ആ പേപ്പർ കാണിച്ചിട്ട് പോയി. അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ല, ഭയപ്പെടേണ്ട, നീ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സൊസൈറ്റിയിൽ ചെന്നപ്പോൾ അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, നിനക്ക് കഴിയാൻ വിധം നിനക്കൊക്കുന്നത് പോലെ അത് തുടർച്ചയായിട്ട് മുടങ്ങാതെ കുറേശ്ശെ അടച്ചത് തീർത്താൽ മതി, നിനക്ക് ജപ്തി വരികയില്ല, ഞങ്ങൾ അത് മാറ്റി വെച്ചോളാം ഈ പ്രമാണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു ഒഴിവ് കിട്ടി. ഞാൻ സന്തോഷിച്ച് തുടർച്ചയായിട്ട് ഇങ്ങനെ ഉടമ്പടി എടുത്തു പോന്നു. കഴിഞ്ഞ മാസം എൻ്റെ വീട്ടിൽ ഞാൻ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ 2 പേര് സൊസൈറ്റിയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, ഈ മാർച്ച് 30 ഇതെടുത്തില്ലെങ്കിൽ ഇത് കേസാവും, കാരണം ഇതിപ്പോൾ കോടതിയിലിരിക്കുകയാണ് ഈ പ്രമാണം. പിന്നെ 30-ാം തീയതി അത് ഞാൻ ചോദിച്ചു, എത്ര രൂപയ്ക്ക് അത് നമുക്ക് എടുക്കാൻ പറ്റും? 5.5 ലക്ഷം രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാൻ പറ്റും. 5 ലക്ഷം രൂപയായിരുന്നു ലോൺ എടുത്തത്. അതിൽ പകുതിയിൽ മുഴുവനും നമ്മൾ അടച്ചു കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും ഇത് ലോൺ പലിശ കുടിശ്ശിക, പിഴ കുടിശ്ശിക എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവ് വെളിയിലാണ്, അദ്ദേഹത്തോട് പറഞ്ഞു, എന്ത് ചെയ്യും ചേട്ടാ നമ്മൾ? അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് ഞാനൊരു ചിട്ടിക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ആ ചിട്ടി ആദ്യം ഞങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ ചിട്ടിയായിരുന്നു, അത് എടുത്ത് തന്നായിരുന്നെങ്കിൽ ബാക്കി നമ്മൾ സമാധാനമുണ്ട്. അപ്പം ഞങ്ങളുടെ കുറേ സ്വർണം പണയത്തിലിരിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അത് എടുത്ത് നമ്മൾക്ക് വിൽക്കാം, പിന്നെ നമ്മൾക്കതെല്ലാം ഉണ്ടാക്കണം, ആദ്യം നമ്മുടെ പ്രമാണം എടുക്കട്ടെ. അങ്ങനെ സമാധാനിച്ചു. 4.5 ലക്ഷം രൂപ വീതം അങ്ങനെ എൻ്റെ മകൾക്കൊരു LIC ഉണ്ടായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ മാർച്ചിൽ ഇങ്ങനെ ലോണിൻ്റെ ഇത് വന്നപ്പോൾ 1 ലക്ഷം രൂപ അതിൽ നിന്ന് ലോൺ എടുത്ത് അടച്ചായിരുന്നു. പക്ഷേ അത് ഞങ്ങൾ പകുതി അടച്ചതിനാൽ 1 ലക്ഷം രൂപയുടെ ലോണായിരുന്നു. ബാക്കി അതിനകത്ത് 30,000 രൂപയോളം കൊടുക്കാനുള്ളത് കൊണ്ട് ബാക്കി 70,000 രൂപയെ നമ്മൾക്ക് LICയുടെ പൈസ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരനാണ് LIC ചേർന്നിരിക്കുന്നത്. ഞാനതിന് അവിടെ ചെന്ന് ചോദിച്ചു. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാർച്ച് 26-ാം തീയതി ആകുമ്പോൾ നിങ്ങളുടെ LIC ക്ലോസ് ആവുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പൈസ അദ്ദേഹത്തിന് എങ്ങനെ എടുക്കാൻ പറ്റും, സ്ഥലത്തില്ലല്ലോ ആൾ. അന്നേരം ലോൺ എടുത്തത് എൻ്റെ അക്കൗണ്ടും വഴിയായിരുന്നു. അതുകൊണ്ട് പറഞ്ഞ് വിഷമിക്കേണ്ട, ലോണിൻ്റെ കാലാവധി കഴിയുമ്പോൾ നിങ്ങളുടെ LICയുടെ കാലാവധി കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് അത് താനേ വന്നുകൊള്ളും. മാർച്ച് 26 അവർ ഡേറ്റ് പറഞ്ഞു. എനിക്ക് ഉറക്കമില്ല, കാരണം ഞാൻ തന്നെയുള്ളൂ. എനിക്ക് 2 പെൺമക്കളാണ്. മൂത്ത മകൾ ഇവിടെ അമ്മയുടെ കാരുണ്യത്താൽ ഇപ്പോൾ നേഴ്സിംഗ് പഠനത്തിനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ സാക്ഷ്യം എഴുതി കൊടുത്തതാണ്. അപ്പോൾ അവൾ എന്നെ വിളിക്കുമ്പോൾ ചോദിക്കും, അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ മാതാവേ, എൻ്റെ മകൾക്ക് 2 ക്രിസ്ത്യാനോ, ഒരു അക്രൈസ്തവയാണ്, ഒരു ക്രിസ്തീയ 2 മക്കളെ മാലാഖമാരെ അവർക്ക് കൂട്ടായി കൊടുക്കണേ, എങ്കിലേ നേരായ വഴിയിലും പ്രാർത്ഥനയുള്ളൂ അവൾ മുന്നോട്ട് പോകത്തുള്ളൂ. അങ്ങനെ അവൾക്ക് കിട്ടിയ റൂംമേറ്റ് 2 ക്രിസ്തീയ മക്കളായിരുന്നു. എല്ലാ ആഴ്ചയിലും എനിക്കിതുവരെ ഒരു കുർബാന കൈക്കൊള്ളാനോ പള്ളിയിൽ പോകാനോ സാധിച്ചിട്ടില്ല. ഞാൻ ഇവിടെ വരുമ്പോൾ പ്രാർത്ഥിക്കുന്നതല്ലാതെ വീട്ടിൽ വന്നു പ്രാർത്ഥിക്കത്തേ ഉള്ളൂ.
അപ്പോൾ എൻ്റെ മകൾ അങ്ങനെ എല്ലാ ആഴ്ചയിലും അവിടെ അടുത്ത് പള്ളിയിൽ പോകാൻ മകൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ മകൾ എന്നോട് വിളിച്ച് ചോദിക്കുക, എൻ്റെ കാര്യങ്ങൾ എൻ്റെ മകളോടാണ് ഞാൻ പറയുന്നത്. അമ്മേ, എന്താ ഈ ലോണിൻ്റെ കാര്യങ്ങൾ? ഞാൻ പറഞ്ഞു, ഒന്നും വായില്ല മകളെ. അങ്ങനെ സ്വരൂ കൂട്ടി എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ ജോലിക്ക് പോകുന്നൊരു സുഹൃത്ത് എനിക്ക് 1 പവൻ്റെ വള തന്ന് സഹായിച്ചു. പറഞ്ഞ് ആരോടും പറയരുത്, ഞാനിത് തരാം. അതിന് കിട്ടുന്ന അപ്പോഴത്തേക്ക് സ്വർണ്ണത്തിൻ്റെ വില കുറഞ്ഞു. സ്വർണ്ണം പണയത്തിലിരിക്കുന്ന എടുക്കുകയും വേണം. അപ്പം എൻ്റെ ചേച്ചിയുടെ മകൻ എന്നെ പറഞ്ഞു, കുഞ്ഞമ്മേ, എനിക്ക് ഒരു മാലയുണ്ട്, അത് പണയം വെച്ച് കുറച്ച് പൈസ സഹായിക്കാം കുഞ്ഞമ്മ, അതുകൊണ്ട് ആ സ്വർണം എടുത്തിട്ട് നമ്മൾക്കത് വിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ പിറ്റേന്ന് തൊട്ട് സ്വർണ്ണത്തിന് വില താനെ ഇടിയാൻ തുടങ്ങി. 1,80,000 90,000 ഞാൻ ചോദിച്ചു, അമ്മേ എന്ത് ചെയ്യും ഞാൻ? എന്നെ പരീക്ഷിക്കുകയാണോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ എൻ്റെ മകനോട് ഞാൻ പറയും, അമ്മേ ഞാൻ 25-ാം തീയതി ഒരു ഡേറ്റ് പറയുകയാണ്, 25-ാം തീയതി എനിക്ക് സ്വർണം കൊടുക്കണം. അപ്പോൾ അമ്മ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് ചെയ്തോളാം പറ. അങ്ങനെ 25-ാം തീയതി ആയപ്പോൾ എൻ്റെ മകൻ വിളിച്ചു വെച്ച് പറഞ്ഞു, കുഞ്ഞമ്മേ സ്വർണ്ണത്തിന് വില കൂടിയിട്ടുണ്ട്, എളുപ്പം വാ നമ്മൾക്കത് കൊടുക്കാം. അങ്ങനെ ഞാൻ അന്ന് കൊണ്ടുപോയി കൊടുത്തു. എനിക്ക് 1,93,000 രൂപ കിട്ടി. അതപ്പം മാറ്റി വെച്ചു. എൻ്റെ ഭർത്താവ് 2 ലക്ഷം രൂപ അയച്ചു തരാമെന്ന് പറഞ്ഞു. ആദ്യത്തെ ചിട്ടി അദ്ദേഹത്തിന് തന്നെ വീണു. അതിനും അമ്മ ഞങ്ങൾക്ക് സഹായിച്ചു. പക്ഷേ പെട്ടെന്ന് പറഞ്ഞു 1,70,000 രൂപയെ അയക്കാൻ പറ്റൂ. കാരണം അദ്ദേഹം നേരത്തെ നിന്ന കടയിൽ നിന്ന് വേറൊരു കടയിലേക്ക് മാറിയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ അക്കാമ പുതുക്കണം. നേരത്തെ നിന്ന് അറബിയുടെ കീഴിലല്ല ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പ്രശ്നമാവും. അങ്ങനെ 30,000 രൂപ അക്കാമ പുതുക്കുന്നതിന് ആവശ്യത്തിനായി കൊടുത്തു. ബാക്കി 1,70,000 ഉള്ളൂ. ഞാൻ കണക്ക് കൂട്ടി 1,70,000, അത് 70 LICയുടെ പൈസ, പിന്നെ 1,93 സ്വർണം വിറ്റ പൈസ. പക്ഷേ എന്തു ചെയ്യും, എന്നീ ഒക്കുന്നില്ലല്ലോ. പിന്നെ ഞാൻ സമാധാനിച്ചു. അവരൊരു പവൻ്റെ സ്വർണം തരാമെന്ന് പറഞ്ഞല്ലോ, ബാക്കി എൻ്റെ കഴുത്തേലും കാതേലും കിടക്കുന്നത് കൊടുത്തിട്ടായാലും സ്വർണ്ണം എടുക്കണം. എനിക്ക് അങ്ങനെ ഉറക്കമില്ലാതെ ടെൻഷനായി. ഉറങ്ങാതെ എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഉറക്കമില്ലാതെ എൻ്റെ കണ്ണുകൾ രണ്ടും ചൊറിഞ്ഞു വീങ്ങി, മുഖമെല്ലാം വീങ്ങി. അതിനുശേഷം ഞാൻ രാവിലെ എണീച്ച് ജോലിക്ക് പോകും. വെയിൽ കൊണ്ടാണ് പോകുന്നത്. ഒരു ഹരിതകർമ്മസേനയുടെ ജോലി എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും അറിയാം. ഈ വെയിലത്ത് രാവിലെ തൊട്ട് 5 ചിലപ്പോൾ 6 മണി വരെ ആവും വീട്ടിൽ വരുമ്പോൾ. ആ വെയിലും കൊണ്ട് വീട്ടിൽ വന്നാൽ ഈ ടെൻഷൻ, ഉറക്കമില്ല. അപ്പോൾ എൻ്റെ ചെറുമകൾ, എളിയ മകളാണ് എൻ്റെ കൂടെ ഉള്ളത്. 10 വയസ്സ് തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു, മോളെ അമ്മയോട് ഒന്നും നീ ചോദിക്കാൻ പറയുകയും ചെയ്യരുത്, അമ്മയ്ക്ക് ആകെ ഭ്രാന്തെടുത്ത അവസ്ഥയാണ് മോൾ, അതുകൊണ്ട് അമ്മയ്ക്ക് സമാധാനം തരണം. ഞാനപ്പോൾ അമ്മയോട് ചോദിക്കും, ഉറക്കമില്ല, രാവിലെ വരെ ഇങ്ങനെ ഉറങ്ങാതെ കിടക്കും, ചിന്തയാണ് എന്താണ് ഇനി ചെയ്യേണ്ടത്. അങ്ങനെ കിടന്നപ്പോൾ ഞാൻ അമ്മയോട് ഒരു ദിവസം പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ, അമ്മേ ഞാൻ ജീവിതകാലം മുഴുവൻ അമ്മയുടെ കർത്താവിൻ്റെ പ്രേക്ഷിതയായി ജീവിക്കാൻ എനിക്കൊരവസരം തന്നാൽ ജീവിച്ചു കൊള്ളാം. എനിക്ക് എന്താണ് ഞാൻ ഇതിന് ചെയ്യേണ്ട മറുപടി? എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം ഇന്ന് കാണിച്ചു തരണം. അങ്ങനെ കിടന്നപ്പോൾ നമ്മുടെ ബഹുമാനായ ജോസഫ് അച്ഛൻ, ഉറക്കത്തിൽ ഞാൻ വെളുപ്പിനെ സ്വപ്നം കാണുകയാണ്. അച്ഛൻ വന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നു, നീ മാതാവിൽ ഏൽപ്പിച്ച ഒരു കാര്യം നീ എന്തിന് വിഷമിക്കണം, നീ എന്തിനു സങ്കടപ്പെടണം? മാതാവിനെ നീ ഏൽപ്പിച്ചില്ലേ, മാതാവില്ലേ നിൻ്റെ കൂടെ? ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റ് സമയം നോക്കിയപ്പോൾ വെളുപ്പിന് 5:10 ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ എഴുതിയിരിക്കുന്ന സമയം. അപ്പോൾ എനിക്കൊരു സമാധാനം വന്നു. അതെ, ഞാൻ മാതാവിനെ ഏൽപ്പിച്ചൊരു കാര്യമാണ്, എന്തിനാണ് ഞാൻ വിഷമിക്കുന്നത്? അങ്ങനെ എനിക്ക് അന്ന് തൊട്ട് സുഖം, ഉറക്കം, ഒരു ടെൻഷനുമില്ല. അപ്പം ഞാൻ നോക്കി 28 ഡേറ്റ്, മറ്റേന്നാൾ 10 മണിക്ക് അവിടെ സൊസൈറ്റിയിൽ പ്രമാണം എടുക്കാൻ ചെല്ലാൻ പറയും. എൻ്റെ 10 പൈസ ആയിട്ടില്ല. പൈസ ചേട്ടൻ അയക്കുമെന്ന് പറഞ്ഞത് മോൻ്റെ പേരിലുണ്ട്, അത് ബാങ്കിലോട്ട് വരുത്തതേ ഉള്ളൂ. എനിക്കൊരു ഇതുമില്ല. എന്നാലും ഞാൻ ചോദിച്ചു, എന്താണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്? പിന്നെ ഞാൻ അമ്മയോടൊരു വാക്ക് അന്ന് പ്രാർത്ഥിച്ചപ്പോൾ 28-ാം തീയതി ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഇതുവരെ ഈ 9ാമത്തെ ഉടമ്പടി വരെ പ്രാർത്ഥിച്ച, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ ഒരു ദിവസത്തെ പ്രാർത്ഥന എൻ്റെ അമ്മ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മാർച്ച് 30 ഉച്ചയ്ക്ക് അമ്മ അൽത്താരിൽ പ്രത്യക്ഷപ്പെട്ട 2 മണി സമയത്തിന് മുമ്പ് എനിക്കിതിനൊരു മറുപടി തരണം. എൻ്റെ പ്രമാണം എൻ്റെ കൈകളിൽ എത്തണം. ഞാൻ എന്താണ് വേണ്ടത്? ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉറങ്ങി. പിറ്റേ തൊട്ട് എനിക്കങ്ങ് ഉറക്കമാണ്. എങ്ങനെയായിട്ട് ഉറക്കമില്ല. ദേഹം മൊത്തം, ശരീരം ആസകലം വേദന, ഇടതുവശം മൊത്തം പൊങ്ങുന്നില്ല. കൈ തൊട്ട് കാല്, തല തൊട്ട് കാല് വരെ പെരുക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവേ എനിക്ക് എന്താണ് ഇങ്ങനെ വേദന, ശരീരം ആസകലം വേദന? അപ്പോൾ നമ്മുടെ 80 ദിവസം ഉടമ്പടി, നമ്മുടെ നൊയമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ വേദന എനിക്ക് അനുഭവപ്പെടുന്നത്? അപ്പോൾ പിറ്റേന്നത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്നത് കേട്ടു, നമ്മുടെ ഈശോ അനുഭവിച്ച പീഡാനുഭവങ്ങൾ ഓരോരുത്തർക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഓർത്ത, കർത്താവേ എനിക്ക് അതാണോ ഈ ശാരീരിക വേദന? എനിക്ക് വയ്യാലോ, ഞാൻ കിടന്നു പോകുമ്പോൾ എൻ്റെ മാനസിക നില തെറ്റിപ്പോകുമ്പോൾ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പോൾ എനിക്ക് സമാധാനം. അച്ഛൻ്റെ ഈ പ്രാർത്ഥന കേട്ടതിന് ശേഷം എൻ്റെ വേദനയും പെരുപ്പും എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ സൊസൈറ്റിയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അതിനെക്കാട്ടി അത്ഭുതം. കാരണം ഞാൻ
അമ്മയുടെ നേർച്ച വസ്തുവായി ഉപ്പ് അവിടെ എല്ലാം ഇട്ടാണ് കയറി ചെന്നത്. പക്ഷേ 5.5 ലക്ഷം രൂപയ്ക്ക് അവർ എൻ്റെ പ്രമാണം തരാമെന്ന് പറഞ്ഞത് അവിടെ ചെന്നപ്പോൾ പറയുന്നു ഞാൻ 7,54,000 രൂപ അടയ്ക്കണം. ഞാൻ ആകെ വിഷമിച്ചു. എൻ്റെ കർത്താവേ, നീ എന്നെ ഇനിയും പരീക്ഷിക്കുകയാണോ? ഞാൻ എന്ത് ചെയ്യണം? ഒരു ഉത്തരവുമില്ല. ഞാനുണ്ട്, എൻ്റെ ചേച്ചിയുടെ മകനുണ്ട്. എൻ്റെ കയ്യിൽ പൈസ ആയിട്ട് 4,30,000 രൂപ മാത്രമേ ഉള്ളൂ. ബാക്കി പൈസ ഞാൻ ഇവിടെ ഒന്ന് ഒപ്പിക്കും. അപ്പോൾ അമ്മയോട് പറഞ്ഞു, എനിക്കൊന്നും അറിയണ്ട, സമയം 12:45, ഇനിയും അടുത്ത സമയം കുറച്ചേ ഉള്ളൂ, 2 മണിക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു. അവർ തന്ന 1 പവൻ്റെ വള സ്വർണ്ണത്തിന് വളരെ വില കുറഞ്ഞു. നിങ്ങൾക്ക് എത്ര രൂപ ഇതിന് മാക്സിമം തരാൻ പറ്റും? അവർ പറഞ്ഞ് 70 രൂപ. പിന്നെ അങ്ങേയറ്റം കൊച്ചിനെ ഞങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് 75 രൂപ തരാം. എന്നിട്ടും പറ്റത്തില്ല. ഞാൻ ചിന്തിച്ച് എന്ത് ചെയ്യും മാതാവേ എന്നിങ്ങനെ വിഷമിച്ചു. പെട്ടെന്ന് ആരോ എനിക്കൊരു ധൈര്യം പകർന്ന പോലെ ഞാൻ എൻ്റെ കഴുത്തേലും കാതേലും കിടന്ന് ദൂരി അവരുടെ മേശപ്പുറത്ത് വെച്ചു. ഇതൊന്ന് തൂക്കി നോക്ക് എത്രയുണ്ടെന്ന്. ഇതേ ഉള്ള എൻ്റെ കയ്യിൽ. പിന്നെ 1 ഗ്രാമിൻ്റെ ഒരു മോതിരം എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. അതുവേ ഉള്ളു എൻ്റെ കയ്യിൽ സ്വർണ്ണമായിട്ടല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇത് വെച്ചിട്ട് എനിക്ക് എൻ്റെ പ്രമാണം വേണം. അവരത് തൂക്കിയിട്ട് പറഞ്ഞു പറ്റത്തില്ല, ഇനി സ്വർണം വേണ്ടി വരും. അന്നേരം ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, നീ ഓട്ടോ വിളിച്ച് അമ്മയുടെ മേശയിലിരിക്കുന്ന മോതിരം ഇങ്ങോട്ട് അതുകൂടെ കൊടുക്കുക, അതിൽ കൂടുതൽ എൻ്റെ കയ്യിലില്ല. 2,20,000 രൂപ ഇനിയും വേണം പ്രമാണം എടുക്കണമെങ്കിൽ. അങ്ങനെ ഇവർ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വളയും മാലയും പിന്നെ കമ്മലും കൂടെ ഒന്നിച്ച് വെച്ച് തൂക്കി നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. അമ്മേ, എന്നെ പരീക്ഷിക്കരുതെന്ന് ഞാൻ നെഞ്ചുരുകി പ്രാർത്ഥിച്ചു. അവർ തൂക്കിയിട്ട് പറഞ്ഞു, വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഉള്ള പൈസ 2,20,000 രൂപയ്ക്കുള്ള സ്വർണ്ണമുണ്ട്, ഇത് നിങ്ങൾക്ക് പ്രമാണം തരാം. അപ്പോൾ ഞാനിവിടെ ഒരു വാക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് പോയിട്ടായിരുന്നു. ഞാൻ വരുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ പ്രമാണം എന്നെടുക്കുന്നോ അതും കൊണ്ടുവന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എൻ്റെ പ്രമാണമാണിത്. അങ്ങനെ 1:45 എന്ന സമയമായപ്പോൾ എൻ്റെ പ്രമാണത്തിന് അമ്മ ഒരു തീരുമാനം കൽപ്പിച്ചു. അതെനിക്ക് കിട്ടി. 10 വർഷം കൊണ്ട് എനിക്ക് സാധിക്കാൻ പറ്റാത്തത് 1 മാസം കൊണ്ട് എൻ്റെ പ്രാർത്ഥന ഫലം എൻ്റെ കർത്താവിൻ്റെ, എൻ്റെ അമ്മയുടെ, എൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കാരുണ്യത്താൽ എനിക്കത് സാധിക്കാൻ പറ്റി. ഞാൻ എന്നും പറയുന്നുണ്ട്, ഞാൻ ജീവിതകാലം മുഴുവൻ എന്നെ ഉടമ്പടിയിൽ അമ്മയുടെ പ്രത്യക്ഷത്തിന് സാക്ഷിയാക്കി എന്നെ ഉയർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതോടൊപ്പം എൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് ഞാൻ നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓരോ മനുഷ്യനും ഓരോ വ്യക്തിക്കും 100 വചനങ്ങൾക്ക് തുല്യമാണ്. അതുപോലെ എനിക്ക് വചനങ്ങളൊന്നും അറിയില്ല. ഞാൻ അതിന് പകരം ഇവിടുന്ന് പുറത്തുനിന്ന് പോയ വചനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വായിക്കണ്ട. അപ്പം ഞാൻ ചോദിക്കും, ഈ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ വചനം എടുത്തിട്ട് പറയും, അമ്മേ, എൻ്റെ നാളത്തെ ദിനം എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, എൻ്റെ ദൂതനെ നിൻ്റെ കൂടെ ഞാൻ അയക്കും. പിന്നെ പറയും, നിൻ്റെ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. പിന്നെ ഓരോ വചനം വായിക്കുമ്പോൾ അത് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ വചനങ്ങളായിരിക്കും എനിക്ക് കിട്ടുന്നത്. അങ്ങനെ ഞാൻ വചനം വായിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു പത്രം വാങ്ങിച്ചു. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. പിന്നെ രോഗികളെ സന്ദർശിക്കാറുണ്ട്. അവിടെ കയറി ആശുപത്രികളിൽ എല്ലാ വാർഡിലും കയറി എല്ലാ രോഗികളെയും കാണും. എല്ലാവരുടെയും അടുത്ത് 5 മിനിറ്റ് ഇരുന്ന് അവരോട് സംസാരിക്കും. എന്താണ് അസുഖം, ആരുണ്ട് കൂടെ സഹായിക്കാൻ, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലും. വളരെ സാമ്പത്തികമില്ല, എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് എനിക്കില്ല കൊടുക്കാനെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ ഇവിടെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ കുറേ കൂട്ടുകാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടായ്മയായി നിന്ന് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. ഞങ്ങൾ ഒരു നിശ്ചിത തുക വീതം എടുത്ത് അനാഥാലയത്തിലും വൃദ്ധസദനത്തിലേക്കുള്ള എത്തിച്ച് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇനിയും അമ്മയുടെ പ്രേക്ഷിതയായി ജീവിക്കാനുള്ള അനുഗ്രഹം ജീവിതകാലം മുതൽ തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആത്മീയ ജീവിതമായിട്ട് എനിക്ക് പറയാൻ, ഞാൻ ബൈബിൾ വായിക്കും. അതുപോലെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ബൈബിൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ബൈബിൾ വാങ്ങിക്കാൻ പല തവണ ഞാൻ സമ്പാദ്യം ഒപ്പിച്ച് വെച്ചെങ്കിലും എനിക്കത് വാങ്ങിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ വരുമ്പോഴെല്ലാം ഓരോരുത്തരും ഇങ്ങനെ ബൈബിൾ ഇരിക്കുന്നതാണ്. ഞാനത് അതിയായിട്ട് ആഗ്രഹിച്ചു, അമ്മേ, എനിക്കൊരു ബൈബിൾ ഇല്ലല്ലോ. അപ്പോൾ എന്നോട് ഇവിടെ വന്ന ഒരു അമ്മയെന്ന് ഞാൻ പറഞ്ഞു, അമ്മ എനിക്കുമായിട്ടുള്ള രഹസ്യമാണ്. അപ്പോൾ അമ്മ എന്നോട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ബൈബിൾ ഇല്ല അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, ഇവിടെ കൗണ്ടറിലുണ്ടെങ്കിൽ വാങ്ങിച്ച് തരാം. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് അത് തീർന്നു പോയി. അപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് അതിനുള്ള സാമ്പത്തികം ഞാൻ തരാം, നീ അത് ഒരു ബൈബിൾ വാങ്ങിച്ചോളാൻ പറഞ്ഞു. പക്ഷേ ആ പൈസ ഞാൻ എൻ്റെ പേഴ്സ് സൂക്ഷിച്ചു. ഞാൻ പറയും, എന്ത് വന്നാലും ഞാൻ ഈ പൈസ
എടുക്കത്തില്ല, എനിക്ക് ബൈബിൾ വാങ്ങിക്കാനാണ്. അങ്ങനെ പല ദാരിദ്ര്യങ്ങളും 10 രൂപയ്ക്ക് വരെ ഞാൻ വിഷമിച്ചു. പക്ഷേ എന്നിട്ട് ഞാൻ അതെടുത്തില്ല, എൻ്റെ പേഴ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു. പിറ്റേ ഉടമ്പടി എടുക്കുക, ഈ 9ാമത്തെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ അത് കൊടുത്ത് ഇവിടെ ആദ്യം വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുന്നായിട്ട് ആദ്യം ഇവിടെ വന്ന് കൗണ്ടറിൽ വന്ന് ഞാൻ സമ്പൂർണ്ണ ബൈബിൾ വാങ്ങിച്ചു. അത് എനിക്ക് അച്ഛൻ പറഞ്ഞല്ല, ഒത്തിരി ദിവസം മുഴുവൻ എല്ലാവരും വായിക്കുമെന്നല്ല, വായിക്കാൻ പറ്റില്ല. 10 മിനിറ്റ്, ഞാനത് 10 മിനിറ്റേ വായിക്കത്തുള്ളൂ. അന്ന് തൊട്ട് ഇന്ന് വരെ മുടങ്ങാതെ ആ ബൈബിൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും, എൻ്റെ കർത്താവ് എനിക്ക് സമയക്കുറവ് മൂലമാണ്, നീ ശിക്ഷിക്കല്ലേ. അപ്പോൾ ഇനി അതേപോലെ എല്ലാവർക്കും വേണ്ടി നല്ലത് വരുവാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ മക്കൾക്കും. ഇനിയും അതേപോലെ എനിക്കൊരു ഭവനമില്ല, എനിക്ക് പക്ഷേ അതിൽ വിഷമമില്ല. കാരണം എൻ്റെ പ്രമാണമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം, അതെനിക്ക് കിട്ടി. ഇനി എല്ലാ അമ്മയുടെ ഈശോയുടെയും അനുഗ്രഹം പോലെ സാധിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എൻ്റെ മകൾ വന്നിട്ട് എനിക്ക് അവിടെ വന്ന് അവളെയും കൊണ്ട് ഇവിടെ വന്ന് അമ്മയുടെ ആൾക്കാരുടെ സാക്ഷ്യം പറയണം. ഇനിയും ഞാൻ വരും, അതിനുള്ള അനുഗ്രഹങ്ങളും അടയാളങ്ങളും അമ്മ എനിക്ക് ഈശോയും എനിക്ക് തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. ഉടമ്പടിയിൽ തുടർന്ന് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ ഞാൻ ഇവിടെ ജീവിച്ചുകൊള്ളാമെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുന്നു. ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി അറിയിക്കുന്നു. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു. അവിടുന്ന് ചെവി ചായിച്ച് എൻ്റെ നിലവിളി കേട്ടു. സങ്കീർത്തനം 41-ാം വചനമാണ്. ക്ഷമയോടെ ദൈവത്തെ കാത്തിരിക്കുമ്പോൾ ദൈവം നമ്മെ ഒരിക്കലും അവഗണിക്കില്ല, നമ്മെ മറക്കില്ല. നാം പ്രാർത്ഥിച്ചിട്ടും ചിലപ്പോൾ ഫലം കാണാതെ ഒരുപക്ഷെ ജീവിത സാഹചര്യങ്ങളാവാം നമ്മുടെ ജീവിതത്തിൽ രോഗത്തിന് സൗഖ്യവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുടുംബ പ്രശ്നങ്ങളും എന്തൊക്കെയായാലും ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും ദൈവത്തിൽ ആശ്രയിച്ച് ക്ഷമയോടെ പ്രാർത്ഥിക്കുമ്പോൾ, കാത്തിരിക്കുമ്പോൾ ഈശോയും അമ്മയും ഇടപെട്ട് നമ്മെ സഹായിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. കാത്തിരിക്കുന്ന സമയമാണ്, വിശ്വാസം നമ്മിൽ വളരുന്ന സമയം. ഉടമ്പടിയിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും എത്ര പ്രതിസന്ധികൾ വന്നാലും ദൈവത്തിൽ ആശ്രയിച്ച് ക്ഷമയോടെ കാത്തിരിക്കുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. ക്ഷമയോടെ കാത്തിരിക്കുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഉടമ്പടിയിൽ നാം നമ്മുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളുമെല്ലാം ഈശോയുടെയും അമ്മയുടെയും മുന്നിൽ സമർപ്പിക്കുമ്പോൾ ഉടമ്പടി മക്കളുടെ ഹൃദയവേദനകളെല്ലാം കാണുന്ന ദൈവം ശരിയായ സമയത്ത് ദൈവം പ്രതികരിക്കുന്നതായിട്ടാണ് ഓരോ ഉടമ്പടി മക്കളുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാതാവിനെ ഏൽപ്പിച്ച കാര്യം അങ്ങ് വിട്ടുകൊടുക്കുക, പിന്നെ ടെൻഷൻ വേണ്ട എന്ന്. അതുപോലെ തന്നെയാണ് ഈ മകളോട് സ്വപ്നത്തിൽ പറഞ്ഞത്, മാതാവിനെ ഏൽപ്പിച്ച കാര്യം നീ എന്തിന് സങ്കടപ്പെടണം. അതുപോലെ തന്നെ പിറ്റേ ദിവസം ഈ മകൾ ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത്. 30-ാം തീയതി മാർച്ചിന് മുമ്പായിട്ട് എനിക്ക് ഈ പ്രമാണം എൻ്റെ കയ്യിൽ കിട്ടി, മാതാവിനെ സാക്ഷ്യപ്പെടുത്തണമെന്ന്. അതുപോലെ തന്നെ അമ്മ പ്രത്യക്ഷപ്പെട്ട സമയത്തിന് മുമ്പ് 2 മണിക്ക് മുൻപ് ഈ പ്രമാണം എൻ്റെ കയ്യിൽ കിട്ടണമെന്നുള്ളൊരാഗ്രഹമാണ് ഈശോയുടെ അമ്മയോട് ഈ മകൾ പറഞ്ഞിരുന്നത്. അതിൻ പ്രകാരം ആ മകൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ആ പ്രമാണമായിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് വന്നിരിക്കുന്നത്. 10 വർഷം 1 മാസം കൊണ്ടാണ് ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഈ അനുഗ്രഹം, ഈ പ്രമാണം കയ്യിൽ കൊടുത്തത്. ഈ മകൾ വീണ്ടും പറഞ്ഞത്, ആ മകളുടെ വലിയൊരു ആഗ്രഹവും ആ തീഷ്ണതയും ദൈവവചനം വായിക്കുവാനും കേൾക്കുവാനും ആ വചനം കയ്യിൽ കിട്ടുവാനും ഒരു ബൈബിൾ കയ്യിൽ കിട്ടുവാനുണ്ടായിരുന്ന ഒരാഗ്രഹം, അതും ഈശോയും അമ്മയും പൂർത്തീകരിച്ചു കൊടുക്കുകയായിരുന്നു. നമുക്കും നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും നമുക്കും ക്ഷമാപൂർവ്വം കാത്തിരിക്കാം. നമ്മുടെ ഒരു കർത്താവുണ്ട്. നമ്മുടെ ചെവി ചായച്ച് നമ്മളെ നിലവിളി കേൾക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മളെ ആ നിലവിളി കേൾപ്പിക്കുവാനായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കൃപാസനം അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ജീവിതത്തിലും എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഈശോയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. വിശ്വാസത്തോടെ കാത്തിരിക്കുവാൻ ക്ഷമയും ശക്തിയും ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഫലം വൈകിയാലും വിശ്വാസം നഷ്ടപ്പെടാതെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ശ്രീദേവിക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ.